ഇസ്ലാം ആധുനികതയിൽ എന്ന വിഷയത്തിൽ കുറഞ്ഞ സമയം സംസാരിക്കാൻ വേണ്ടിയാണ്. മുമ്പ് കഴിഞ്ഞ ഡിസ്കഷനൊക്കെ പല സെഷനുകളും ഇവിടെ നടന്നുപോയി. അതിൽ എംപിരിസിസം, സെൻസറി പെർസെപ്ഷൻ, ആ ഏരിയകളൊക്കെ ചർച്ചയിൽ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടും മെറ്റീരിയലിസം, മെറ്റീരിയാലിറ്റി എങ്ങനെയാണ് മതത്തിൻ്റെ ഒരു ട്രാൻസെൻഡൻ്റൽ നേച്ചറിനെ ബാധിക്കുന്നത്, ട്രാൻസെൻഡൻ്റൽ നേച്ചറും മെറ്റീരിയാലിറ്റിയും രണ്ടിനെയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിർത്തിയിട്ടുള്ള ചർച്ചകളായിരുന്നു പിന്നെ പലപ്പോഴായിട്ട് നടന്നിരുന്നത്. അത്തരം ചർച്ചകളിൽ നിന്നുമുള്ളൊരു ഡിപ്പാർച്ചർ ഇന്നത്തെ കഴിഞ്ഞ സെഷനുകളിലൊക്കെ നടന്നു. ഈ അസ്മായിൻ്റെ പണി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡുമായി ഒരു ബന്ധമല്ലാത്ത പണി എന്നായിരുന്നു കാലകാലങ്ങളായിട്ട് ധരിച്ചത്. ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസൊക്കെ അതിനകത്തുള്ള മെറ്റീരിയാലിറ്റിയെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ പല സെഷനുകളും ഇവിടെ ഉണ്ടായി. അപ്പോൾ അത് ഈ റിസർച്ച് കാർണിവലിൻ്റെ പല വിജയങ്ങളിൽ ഒന്നായിട്ട് ആ ബ്രേക്കിനെ ഞാൻ കാണുന്നു. മെറ്റീരിയലിസത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നല്ല പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു മെറ്റീരിയൽ വേൾഡ് ഉണ്ടെങ്കിൽ അതിനെ ഇസ്ലാമിൽ എങ്ങനെ മീനിങ് ഫുൾ ആക്കാം, അത് ഇസ്ലാമിൽ എങ്ങനെ മീനിങ് ഫുൾ ആകുന്നു എന്ന് വിശദീകരിക്കൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യജനകമായ വിഷയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. മതം ഇസ്ലാം ആധുനികതയിൽ എന്ന് പറയുമ്പോഴും ഈ മെറ്റീരിയലിസവും മെറ്റീരിയൽ വേൾഡും ട്രാൻസെൻഡൻ്റൽ വേൾഡൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. ഇതിനൊരു പരിമിതി കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരില്ലാത്തതുകൊണ്ട് ഇതൊരു പ്രഭാഷണമായി പോകുമോ എന്ന് ഞാൻ തുടക്കത്തിലേ ഭയക്കുന്നുണ്ട്. ഏതായാലും ഈ ആധുനികത എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ പോസ്റ്റ് മോഡേൺ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പോസ്റ്റ് മോഡേണിൻ്റെ അപ്പുറത്തെത്തി എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സമയമാണിത്. ആധുനികത ഒബ്ജക്റ്റീവ് ട്രൂത്തിനെ കുറിച്ച് സംസാരിച്ചു. പോസ്റ്റ് മോഡേണിറ്റി അങ്ങനെ ഒബ്ജക്റ്റീവ് ട്രൂത്തൊന്നുമില്ല, ട്രൂത്തെല്ലാം സബ്ജക്റ്റീവാണ് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ആധുനികത റാഷണൽ കാര്യങ്ങളിൽ ഊന്നി, ഉത്തരാധുനികത അതിൽ നിന്നും ആ ഊന്നൽ നിന്നും മാറി പല രീതിയിലും ചർച്ചകളിലും വ്യവഹാരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ആധുനികതയിൽ എന്ന് പറയുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാലഘട്ടം ഉത്തരാധുനികതയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷമായിട്ടുണ്ട്. ഈ മോഡേണിറ്റി എന്ന സംഭവത്തെ നിങ്ങൾ കാണേണ്ടത് ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡായിട്ട് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷെ ആധുനിക സമൂഹം അങ്ങനെയാണ്. മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു, ആധുനിക സമൂഹം അങ്ങനെയാണ് എന്നുള്ള ഒരു നെഗറ്റീവ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പണ്ട് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ആധുനികത എന്നുള്ളതാണ്. ശരിക്കും ആധുനികത എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയോളജിയാണ്, അതൊരു ഫിലോസഫിയൊക്കെ തന്നെയാണ്. ഇത് കേവലം ഒരു കാലഘട്ടമല്ല. അതിന് ലോകത്തെ നോക്കിക്കാണുന്നതിൽ ചില പ്രത്യേക നിലപാടുകളൊക്കെ ഉണ്ട്. അതിന് മുമ്പുള്ള സമൂഹം ലോകത്തെ നോക്കിക്കാണുന്ന പോലെ അല്ല അത് ലോകത്തെ നോക്കിക്കണ്ടത്. അതിൻ്റെ മുമ്പുള്ള സമൂഹം സത്യത്തെ നോക്കിക്കാണുന്ന പോലെയല്ല അത് ലോകത്തെ നോക്കിക്കണ്ടത്. അതിനു മുമ്പുള്ള പൂർവാധുനിക സമൂഹം മതത്തെ വ്യവഹരിച്ച രീതിയിലല്ല അത് മതത്തെ വ്യവഹരിച്ചത്. പൂർവാധുനിക സമൂഹം രാഷ്ട്രത്തെ വ്യവഹരിച്ച രീതിയിലല്ല ആധുനിക സമൂഹം രാഷ്ട്രത്തെ വ്യവഹരിച്ചത്. പൂർവാധുനിക സമൂഹം ഭാഷയെ വ്യവഹരിച്ച രീതിയിലല്ല ആധുനിക സമൂഹം ഭാഷയെ വ്യവഹരിച്ചത്. പൂർവാധുനിക സമൂഹം നോളജിനെ, ജ്ഞാനത്തെ എങ്ങനെയാണോ വ്യവഹരിച്ചത് അതിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടാണ് ആധുനികത നോളജിനെ വ്യവഹരിച്ചത്, അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇത് ഞാൻ പറയാൻ കാരണം ഇതെന്നെ ഊന്നാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്നൊക്കെ വളരെ കൂളായിട്ട് നമ്മൾ പ്രസംഗങ്ങളിലും എഴുത്തുകളിലൊക്കെ പറയാറുണ്ട്. ആധുനികത എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ഫിലോസഫിയും ഒരു വേൾഡ് വ്യൂവും സ്വന്തമായൊരു ഓണ്ടോളജിയും സ്വന്തമായൊരു എപ്പിസ്റ്റമോളജിയും ഒക്കെ ഉള്ള ലോകത്തെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് അത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. അപ്പോഴേ അതിനെ നമ്മൾ വിമർശിക്കുമ്പോഴും അതിനെ സമീപിക്കുമ്പോഴും അത് ഫലപ്രദമായി തീരുകയുള്ളൂ എന്നാണ്.
ഇപ്പോൾ ഇസ്ലാമിക ജ്ഞാന വ്യവസ്ഥ, ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി ജ്ഞാനത്തെ കണ്ടത്, അറിവിനെ കണ്ടത് ഹയറാർക്കിക്കലായിട്ടാണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നോളജ് ഇൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ബക്കറിൻ്റെ പുസ്തകമൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നോളജ്, വ്യത്യസ്ത തരം ഫന്നുകൾ, നോളജുകളുണ്ടല്ലോ, അറിവിൻ്റെ വ്യത്യസ്ത മേഖലകളുണ്ട്. ഈ മേഖലകളെല്ലാം ഒരുപോലെയല്ല, ചിലതിനേക്കാൾ ഷറഫുണ്ട്. അത് തമ്മിലുള്ള റിലേഷൻ ഹയറാർക്കിക്കലാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം ഫിലോസഫർമാർ ഒക്കെ വിവരിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ഒന്ന് പറയാൻ പറഞ്ഞാൽ നമ്മൾ ഫിസിക്സ് എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ആസ്ട്രോണമി എന്നൊക്കെ പറയും. അപ്പോൾ ഇസ്ലാം റിയാലിറ്റിയെ തന്നെ ഇസ്ലാം കാണുന്നത്, നമ്മളെ ചുറ്റുമുള്ള ഈ കാണുന്ന ഉണ്മയെ തന്നെ ഇസ്ലാം കാണുന്നത് ഹയറാർക്കിക്കലായിട്ടാണ്. അത് ഉണ്മ എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിലനിൽക്കുന്ന എല്ലാ എക്സിസ്റ്റൻസും ഒരേപോലെ അല്ല. എക്സിസ്റ്റൻസിൻ്റെ ഒരു ഹയറാർക്കി എടുത്ത് നോക്കണം. അതിൻ്റെ ഏറ്റവും മേലെ അള്ളാഹു വരും, പിന്നെ അതിൻ്റെ താഴെ അൺസീൻ വേൾഡിലെ തന്നെ മറ്റു ക്രിയേച്ചേഴ്സ് വരും, അതിൻ്റെ ഏറ്റവും താഴെയാണ് ഈ മെറ്റീരിയൽ വേൾഡ് കിടക്കുന്നത്. ഇസ്ലാം അങ്ങനെയാണ് റിയാലിറ്റിയെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കണ അറിവുകളുടെയും സ്വഭാവം അങ്ങനെയാണ്, അതും ഹയറാർക്കിക്കലായിരിക്കും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് അറിവ്, ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാകും. കാരണം അതൊക്കെ ഇൻ്റലിജൻസിൻ്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ടാണ് ചില ക്ലാസിക്കൽ മുസ്ലിം ഫിലോസഫർമാരൊക്കെ അതിന് വിശദീകരിച്ചിട്ടുള്ളത്. ഏറ്റവും തികഞ്ഞ പെർഫെക്റ്റ് ഇൻ്റലിജൻസ്, ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സാന്നിധ്യം, ജ്ഞാനത്തിൻ്റെ ഹിക്മത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ്. പിന്നെ എല്ലാം അതിന് താഴെ വരുള്ളൂ. അപ്പോൾ ആ ഹയറാർക്കിയിൽ ഏറ്റവും താഴെയാണ് മെറ്റീരിയൽ വേൾഡ് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള അറിവുകൾക്കും ആ ഒരു നേച്ചർ ഉണ്ടാവും. പക്ഷെ മോഡേണിറ്റിയിൽ അത് അട്ടിമറിക്കപ്പെട്ടു. മോഡേണിറ്റി മെറ്റീരിയലിസ്റ്റിലേക്ക് കൂടുതൽ വന്നു, മാറ്ററിനെ ഫോക്കസ് ചെയ്തിട്ട് മനുഷ്യനെ, അത് പിന്നെ ഒരു സ്പിരിച്വൽ ബീയിങ് ആയ മനുഷ്യനെ, ആത്മാവുള്ള മനുഷ്യനെ അതെന്താക്കി മാറ്റി? മാറ്ററുകളുടെ സമാഹാരമാക്കി മാറ്റി. മാറ്ററുകളുടെ ഒരു ബയോകെമിക്കൽ സമാഹാരമായ മനുഷ്യനെ അത് ഒരു സബാറ്റോമിക തലത്തിലുള്ള ഒരു ഊർജ്ജകണിക ആക്കി മാത്രം കാണിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നമ്മൾ സയൻസിലൊക്കെ അങ്ങനെ പഠിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മെറ്റീരിയൽ ഒരു ഡെഫിനിഷൻ അല്ല നമ്മൾ മനുഷ്യന് കൊടുക്കുന്നത്. ബോഡി ഉണ്ട്, മൈൻഡ് ഉണ്ട്, സോളുണ്ട്. ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒരു അസ്തിത്വമായിട്ടാണ് നമ്മൾ മനുഷ്യനെ കാണുന്നത്. ഈ ഡെഫിനിഷൻ മോഡേണിറ്റി അട്ടിമറിച്ചിട്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി. അതുപോലെ മോഡേണിറ്റി എല്ലാ വിഷയങ്ങളെയും കണ്ടത് അങ്ങനെയായിരുന്നു. അപ്പോൾ നോളജിൻ്റെ ഹയറാർക്കിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ആയിരുന്നില്ല. വിജ്ഞാനം മുകളിൽ ഏറ്റവും കഴിവുള്ള അറിവുള്ള ആളുകൾ പകർന്നു കൊടുക്കുന്ന ഒരു പ്രകാശമായിരുന്നു വിജ്ഞാനം. ഇസ്ലാമിൽ വിജ്ഞാനം വളർന്നത് ടെക്സ്റ്റുകളിലൂടെ മാത്രമല്ല, വ്യക്തികളിലൂടെ കൂടിയാണ്. ഇസ്ലാമിൻ്റെ നോളജ് സിസ്റ്റം തന്നെ, ഇസ്ലാമിക് സിവിലൈസേഷനിൽ നിലനിന്ന നോളജ് സിസ്റ്റം തന്നെ എങ്ങനെയായിരുന്നു? ഒരു ഷെയ്ഖ് ഒരു മുരീദിന് ശിഷ്യന് പറഞ്ഞു കൊടുക്കും. ഷെയ്ഖുൽ ഹദീസിൽ പഠിക്കാൻ വരുന്നൊരു ശിഷ്യൻ അത് പറഞ്ഞു കൊടുക്കും. കാരണം ആ ശിഷ്യൻ അതിൽ അഗ്രഗണ്യനായാൽ മാത്രമേ അയാൾക്ക് ഇജാസത്ത് കൊടുക്കുള്ളൂ. അങ്ങനെ ഇജാസത്ത് ബേസ്ഡ് നോളജ് സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഹയറാർക്കി അത് കൃത്യമായി പാലിച്ചിരുന്നു. ഏറ്റവും ടോപ്പ് അതോറിറ്റി ഉള്ള ആൾക്ക് ഏറ്റവും ആധികാരികത ആ വിഷയത്തിലുണ്ടാവും, അയാളത് കൈമാറും. അങ്ങനെയാണ് നോളജ് സിസ്റ്റം ഇസ്ലാമിൽ നിലനിന്നത്. പക്ഷേ മോഡേണിറ്റിയിൽ പ്രിൻ്റ് കൾച്ചറൊക്കെ വന്നപ്പോൾ അല്ലേ, അതിനെ നമ്മളൊരു പേരിട്ട് വിളിച്ചു, ഡെമോക്രറ്റൈസേഷൻ ഓഫ് നോളജ്, അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം. അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിയായി തോന്നി. കാരണം വേദിക് പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഹിന്ദു കൾച്ചറൽ ട്രഡീഷനിൽ നിന്നൊക്കെ നമ്മൾ കേട്ടത്, പിന്നെ ആരെങ്കിലും വേദം ശ്രവിച്ചാൽ അവൻ്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിവാർക്കും നേടാലോ എന്നുള്ള ഒരു മൈൻഡിലേക്കാണ് നമ്മൾ വരിക. അറിവാർക്കും നേടാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അറിവിൻ്റെ ഹയറാർക്കി കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നു. അതായത് പിന്നെ ആരാണ് അറിയുന്നത്, അവരാണ് അറിവ് പകർന്നു കൊടുക്കേണ്ടത്, അറിയുന്ന ആളുകളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ള കൃത്യമായ ഒരു ചിട്ട പാലിച്ചിരുന്നു. മോഡേണിറ്റി അതിനെ അട്ടിമറിക്കുകയും ഒരു പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് അതിനെ സ്വാധീനിക്കുകയും, പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ആർക്കും അറിവിനുള്ള യോഗ്യത ഉണ്ട്, പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ആർക്കും അറിവിലേക്ക് ആക്സസ് ഉണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ പൊതുവെ മിഡീവൽ പീരീഡിലൊക്കെ
സാധാരണഗതിയിൽ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു മോട്ടോ, ഒരു ആക്സിയോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മാക്സിം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം, അല്ലേ? കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം. ഒരു ഡോക്ടർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ സ്ഥാപനത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ മെഡിക്കൽ ടേംസ് പരമാവധി കുറച്ചേ ഉപയോഗിക്കുള്ളൂ. പക്ഷെ ആ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ടേംസ് ഉപയോഗിച്ചേ ക്ലാസ് എടുക്കും, ബാക്കിയുള്ള ടേംസൊക്കെ സൈഡാവും. അപ്പോൾ ഇതാണ് കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം. ഈ ഹയറാർക്കി കൃത്യമായി പാലിക്കുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ നോളജ് സിസ്റ്റം നിലനിന്നത്. പിന്നീട് ആ ഹയറാർക്കി പ്രിൻ്റ് കൾച്ചർ മൂലമോ ഇൻ്റർനെറ്റ് മൂലമോ ഒക്കെ തകർന്നു പോയി. ഈ ഹയറാർക്കി പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ പിന്തുടർന്ന് പോകുന്ന സമൂഹങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവരൊക്കെ ഹയറാർക്കിയെ നിഷേധിച്ചു. അങ്ങനെ ഒരു മീഡിയേഷൻ ആവശ്യമില്ല, മറ്റൊരാളുടെ ഏജൻസി ആവശ്യമില്ല, നോളജിലേക്ക് നിങ്ങൾക്ക് ഈസിയായി ആക്സസ് ചെയ്യാം, മതം ലളിതമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, സത്യം ലളിതമാണ്, സത്യത്തെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാം എന്നൊരു രീതിയിലേക്ക് പോയി. അപ്പോൾ നോളജിൻ്റെ, സത്യത്തിൻ്റെ തന്നെ വ്യത്യസ്ത ഹയറാർക്കികൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കുത്രാത്തീബ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സൂഫികളുടെ ചില എക്സ്പീരിയൻസുകൾ, ചില ദിക്റുകൾ ചെല്ലിയാൽ, ചില സലാത്തുകൾ ചില തവണകളായിട്ട് ചെല്ലിയാൽ ഇന്ന എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളത് അവരുടെ സെൽഫ് കൊണ്ട് അവരെ എക്സ്പ്ലോർ ചെയ്തെടുത്തുള്ള ഒരു നോളജാണ്. ഈ നോളജ്, ഇങ്ങനൊരു നോളജിനെ ഇല്ലാതെ, ഇങ്ങനൊരു നോളജിനെ, ഇതൊരു പ്രീ മോഡേൺ സെൽഫിൻ്റെ ഒരു എക്സ്പ്ലോറേറ്റീവ് സ്വഭാവത്തിൽ നിന്നായിരുന്നു ഇത്തരം നോളജുകൾ ഉണ്ടായത്. പക്ഷേ മോഡേണിറ്റി എന്താക്കി മാറ്റി? നോളജിനെ ഒരു പബ്ലിക് സാധനമാക്കി മാറ്റി. നോളജ് ഈസി ആക്സസ് ഉള്ളൊരു ഇഗാലിറ്റേറിയൻ ഒരു തീം അതിലേക്ക് കൊടുത്തിട്ട് അതിനെ മാറ്റി. എന്ന് പറഞ്ഞാൽ ഹയറാർക്കി, നോളജ് കൈമാറുന്ന വിഷയത്തിലുള്ള ഹയറാർക്കികൾ പാലിക്കാതെ ഒരു ഇഗാലിറ്റേറിയൻ പബ്ലിക് മോഡൽ എന്നുള്ളൊരു സാധനം ഉണ്ടാക്കി, ഒരു പൊതു ഉണ്ടാക്കി. ആ പൊതു എല്ലാവർക്കും ആക്സസിബിൾ ആണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രീ മോഡേണിറ്റിയിൽ ജീവിച്ച സൂഫി വര്യന്മാർ അവരൊക്കെ എന്തായിരുന്നു? എക്സ്പ്ലോറേറ്റീവ് സെൽഫുള്ള ആളുകളായിരുന്നു. എക്സ്പ്ലോറേറ്റീവ് സെൽഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ സംശുദ്ധി കൊണ്ടും തസ്കിയത്ത് കൊണ്ടും ഒക്കെ എക്സ്പീരിയൻഷ്യൽ നോവിങ്ങിലൂടെ അള്ളാഹുവിൽ നിന്ന് നേടിയെടുത്ത, ചിലപ്പോൾ ഖുർആനിലും ഹദീസിലൊന്നും കണ്ടോളുന്നില്ല, പക്ഷെ അതിനെതിരാവണമെന്നില്ല. ചില മുജറബാത്തുകൾ, അതിൻ്റെ ദിക്റുകൾ, ചില തരീഖത്തുമായി ബന്ധപ്പെട്ട ചില ചിട്ടവട്ടങ്ങൾ, ഇതൊക്കെ അവരെന്ത് ചെയ്തു? ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അത് കൈമാറ്റം ചെയ്യുന്നത് അവരുടെ ശിഷ്യന്മാരിലൂടെ മാത്രമാണ്. അതൊരിക്കലും ടെക്സ്റ്റുകളിലൂടെ അല്ല കൈമാറ്റം ചെയ്യപ്പെട്ടത്. പക്ഷേ ടെക്സ്റ്റിലേക്ക് ഈ നോളജിൻ്റെ ഈ നേച്ചറിനെ ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരികയും ടെക്സ്റ്റുവൽ അനാലിസിസിലേക്ക് കൊണ്ടുവരികയും അത് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ളൊരു പരിപാടിയോ, ലിംഗ്വിസ്റ്റിക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു പരിപാടിയാക്കിയിട്ട് അതിനെ ചുരുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോളജിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 2-3 തീം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രണ്ടാമത്തെ ലോ ആണ്, നിയമം പ്രീ മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു, മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു, നമുക്ക് വിശകലനം ചെയ്താൽ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇസ്ലാമിലെ പ്രാകൃത നിയമങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, കൈവെട്ടൽ, എറിഞ്ഞുകൊല്ലൽ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ എന്തൊരു പ്രാകൃതമാണ് ഇസ്ലാം എന്ന് കുറേ ആളുകൾക്ക് മനസ്സിൽ തോന്നുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഈ നിയമങ്ങളൊക്കെ ഇസ്ലാമിക ലോകത്ത് നടപ്പാക്കപ്പെട്ടത്? ഇസ്ലാമിക ലോകത്ത് കൈവെട്ടപ്പെട്ട ആളുകളുടെ ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റ് കാണുമോ? ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ കാണൂല. എറിഞ്ഞു കൊല്ലപ്പെട്ട 100 കണക്കിന് ആളുകളുടെ ലിസ്റ്റ് കാണൂല. അപ്പോൾ ഇസ്ലാമിക ഈ നിയമം കേൾക്കുമ്പോൾ ശരിയാണ്, അങ്ങനെ ഒരു നിയമമുണ്ട്, ഹദ്ദും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഖിസാസ് ഉണ്ട്. അത് മോഡേണിറ്റിയിൽ അത് പ്രാകൃതമായി അനുഭവപ്പെടുന്നു. പക്ഷേ മോഡേണിറ്റിയും പ്രീ മോഡേൺ സൊസൈറ്റിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മോഡേൺ നാഷണൽ സ്റ്റേറ്റിൻ്റെ സർവൈലൻസ് അന്നുണ്ടായിരുന്നില്ല. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മെ നിരീക്ഷിക്കുകയും നമ്മുടെ ബയോമെട്രിക് ഡാറ്റ വരെ സേവ് ചെയ്ത് വെക്കുകയും ഓരോ വ്യക്തിയെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കുകയും അയാളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അയാൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ്, അയാൾ നടത്തുന്ന ട്രാവൽ, ഇതിനെക്കുറിച്ച് മുഴുവൻ കൃത്യമായ ധാരണ ഇവിടുത്തെ സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിലാണ് മോഡേൺ നാഷണൽ സ്റ്റേറ്റിലൊരു വ്യക്തി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഈ കൈവെട്ട് നിയമത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, എത്ര ആളുകളുടെ കൈവെട്ടിയിട്ടുണ്ടാവും എന്നാണ് ചിന്തിക്കുക. കാരണം രാജ്യത്തിന് ഇത്രയും ആളുകൾ കക്കണതും പിടിക്കണതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുമെന്നാണ് ഇയാൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് അങ്ങനെയല്ല, നമുക്കൊക്കെ അറിയാം.
പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വ്യഭിചരിച്ചു എന്ന് വന്ന് ഏറ്റുപറഞ്ഞ ആളുകളെ വരെ നബി ഒഴിവാക്കാൻ ശ്രമിച്ചതായിട്ട് നമ്മൾ ചരിത്ര സംഭവങ്ങളിലും ഹദീസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ 4 സാക്ഷികൾ ഉണ്ടാവണം. ഇപ്പോൾ സിനയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെയൊക്കെ നമുക്കറിയാം, സാക്ഷികൾ കൃത്യമായിട്ട് കാണണം. വ്യഭിചാരം നടന്നതൊക്കെ വളരെ കൃത്യമായിട്ട് കാണണം. അതിൻ്റെ മെറ്റഫറൊക്കെ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ പോലെ കാണണം. ഇതെല്ലാം കൂടി ഒരാൾ കണ്ട്, 4 ആൾ കണ്ട് അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കോടതിയിൽ അത് തെളിഞ്ഞാൽ മാത്രമേ ഈ ശിക്ഷ അവിടെ നടപ്പാവുള്ളൂ. അല്ലാതെ നാഷൻ സ്റ്റേറ്റിനെ പോലുള്ള സർവേലൻസ് അവിടെ ഉണ്ടോ? ഇല്ല. അത്രമേൽ സർവേലൻസ് ഇല്ലാത്ത, മനുഷ്യന്മാരുടെ പ്രൈവസി അത്രമേൽ മാനിക്കുന്ന, സത്രുൽ ഉയൂബിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് പ്രീ മോഡേൺ സൊസൈറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി തജസ്സുസ് ചെയ്ത് തെറ്റുകൾ കണ്ടെത്തി ഇവിടെ വാ, നിന്റെ കൈ വെട്ടണം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്ന രീതി അല്ല അവിടെ നിലനിന്നിരുന്നത്. അപ്പോൾ പ്രീ മോഡേണിറ്റിയിൽ ശിക്ഷ വളരെ പ്രാകൃതമായിരുന്നു, പക്ഷേ ശിക്ഷയിലേക്കുള്ള വഴികൾ വളരെ ടഫായിരുന്നു. പക്ഷെ മോഡേണിറ്റിയിൽ ശിക്ഷകളിലേക്കുള്ള വഴികൾ വളരെ ഈസിയാണ്, ശിക്ഷ വളരെ ലളിതവുമാണ് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ശിക്ഷയുടെ നേച്ചർ കേൾക്കുമ്പോൾ നമുക്ക് പ്രാകൃതമെന്ന് തോന്നുകയും അവിടെ നമ്മൾ നിർത്തുകയും ചെയ്യരുത്. അക്കാര്യത്തിൽ മോഡേൺ സൊസൈറ്റിയും പ്രീ മോഡേൺ സൊസൈറ്റിയും വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും പ്രീ മോഡേൺ ഇസ്ലാമിക് സൊസൈറ്റിയും പ്രീ മോഡേൺ മുസ്ലിങ്ങളും റൂളേഴ്സും ശേഷമുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നിയമങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിയമങ്ങൾ പുറപ്പെടുക്കുന്ന രീതി അത് വളരെ ജൈവികമായിരുന്നു. അത് ഓരോ വ്യക്തിയെയും കണ്ടിട്ടായിരുന്നു. ഇപ്പോൾ റസൂലുള്ളാഹിനോട് തന്നെ അയ്യുൽ അഅ്മാലി അഫ്ളൽ എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയോട് ജിഹാദിനെ കുറിച്ചാണ് പറയുന്നത്, മറ്റൊരു വ്യക്തിയോട് ഉമ്മാനെയും വാപ്പാനെയും സേവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, മറ്റൊരു വ്യക്തിയോട് അസ്വലാത്തു ഫി അവ്വലി വഖ്തിഹാ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കുമുള്ള മരുന്ന് ആയിരുന്നു നബി കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പ്രീ മോഡേൺ ഇസ്ലാമിക് സൊസൈറ്റിയിൽ നിയമം അടിയിൽ നിന്ന് മുകളിലോട്ടാണ് സഞ്ചരിച്ചത്. അന്ന് ഒരു നാട്ടിൽ, ഒരു ലൊക്കാലിറ്റിയിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അയാളെ വ്യക്തിപരമായി അറിയുന്ന ആ നാട്ടിലെ ഉസ്താദ് അല്ലെങ്കിൽ ആ നാട്ടിലെ ഷെയ്ഖ്, ആ നാട്ടിലെ പണ്ഡിതൻ അയാളുടെ പ്രശ്നങ്ങളും അയാളുടെ ലൊക്കാലിറ്റി വിലയിരുത്തി അതിൻ്റെ പരിഹാരമാണ് നൽകുന്നത്. മോഡേണിറ്റിയിൽ ഉണ്ടായിരുന്ന പോലെ ഒരു പബ്ലിക് ഐഡിയൽ അവിടെ ഇല്ല. മോഡേണിറ്റിയിൽ നിയമം വൈൽ ഹലാക്കൊക്കെ പറയുന്നുണ്ട്. മോഡേണിറ്റിയിൽ നിയമം സഞ്ചരിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്, അല്ലേ? സ്റ്റേറ്റ് സ്പോൺസേർഡ് നിയമമാണ്. നിയമം മുകളിൽ നിന്ന് താഴോട്ട് സഞ്ചരിക്കും. നിയമം ഇന്നതാണെന്ന് വളരെ ഒബ്ജക്റ്റീവായി പറയുകയും അത് എല്ലാവരിലും ഒരുപോലെ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിക് സൊസൈറ്റിയിൽ നിയമം താഴെ നിന്ന് മുകളിലേക്കാണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഖാദിമാർക്കൊക്കെ താഴെ തട്ടിൽ വളരെ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു, പണ്ഡിതന്മാർക്ക്. അതുകൊണ്ടാണ് ഭരണാധികാരികൾ ഇടയ്ക്ക് വന്നിട്ട് ഖാദിയാവാൻ വേണ്ടി ഇവരെ നിർബന്ധിക്കുന്നത്. അത്ര ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവർക്കനുസരിച്ച് വിധി പറയാം. അങ്ങനെ പോയി ജഹ്ലമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ ഖാദിയാവാൻ വേണ്ടി ഖലീഫ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പോയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ്, അല്ലാഹുമ്മ ഇൻകാനൽ മൗതു ഖൈറൻ ലി ഫഖ്ബിൽനി ഇലൈക്, എനിക്ക് മരണം ഖൈറാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മരിപ്പിക്കണേ. കാരണം ഈ ഖലാഇൻ്റെ ഒരു എന്താലോചിച്ചിട്ട്, ഖലാ ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ഒരു പണിയാണല്ലോ. അധികാരം പ്രിവിലേജ് അല്ല. അതാണ് മോഡേണിറ്റിയും പ്രീ മോഡേൺ ഇസ്ലാമിക് സൊസൈറ്റി തമ്മിൽ മറ്റൊരു വ്യത്യാസം. അധികാരം അമാനത്തായിട്ടാണ് അവർ കണ്ടത്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു, സ്വയം മുസ്ലിമിലൊക്കെ കാണാം. അപ്പോൾ വളരെ ഓർഗാനിക്കായിട്ട് ഒരു ലൊക്കാലിറ്റിയിൽ ഒരു വ്യക്തി, ഒരു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ അത്രമേൽ അടുത്ത് നിന്നറിയുകയും അതിനെ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഓരോ വ്യക്തിയെയും നേരിട്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു രീതിയായിരുന്നു പ്രീ മോഡേൺ ഇസ്ലാമിക് സൊസൈറ്റിയുടെ ഒരു നോം എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് മോഡേണിറ്റിയിലേക്ക് വരുമ്പോൾ എന്താവും, ഒരു നിയമങ്ങളുടെ ഒരു പബ്ലിക് വൽക്കരണം നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ നാട്ടിൽ പിന്നെ മതസംഘടനകളാണെങ്കിലും ഒക്കെ ആ സംഭവം സ്വീകരിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു ഫത്വ പാസ്സാവുന്നു, ഒരു ഫത്വ പറയുന്നു, ഒരു സാധനം, ഒരു പ്രമേയോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊരു സംഭവം പറയുന്നു, അത് എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ് മതനിയമമായിട്ടാണ് അംഗീകരിക്കപ്പെടുക. പക്ഷെ യഥാർത്ഥത്തിൽ മതനിയമം കുറച്ചും കൂടെ മൈക്രോ ലെവലിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഫത്വയായിട്ട് കിട്ടേണ്ടത്. കാരണം ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്, അങ്ങനെയാണത് കിട്ടേണ്ടത്. പക്ഷേ ഈ നാഷൻ സ്റ്റേറ്റിൻ്റെ ഈ രൂപം അത് പിന്നെ മതത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ മൊത്തത്തിൽ അത് സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളെ പ്രാസ്ഥാനിക സ്രോതസ്സുകളിൽ നിന്നൊക്കെ സമന്വയ വിദ്യാഭ്യാസം
ആധുനികതയുടെ ഫ്രെയിംവർക്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൊണ്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു. മൊത്തത്തിൽ ആധുനിക മുസ്ലിം സമൂഹങ്ങളുടെ മൊത്തം എൻറ്റിറ്റികൾ തന്നെ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഈ ആധുനിക മോഡേണിറ്റിയുടെ ഒരു മോഡേണിറ്റിയുടെ പൊളിറ്റിക്കൽ രൂപമാണെന്ത്? ദേശരാഷ്ട്രം. ഈ ദേശരാഷ്ട്രത്തിനകത്ത് അതിൻ്റെ എല്ലാ മെരുക്കലുകൾക്കും വിധേയമായിട്ട് മെരുങ്ങിയിട്ടാണ് ഇവിടുത്തെ മതസംഘടനകളുമാണെങ്കിലും ജമിയത്തുൽ ഉലമയാണെങ്കിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള സംഘടനാ രൂപങ്ങളായാലും മറ്റു രൂപങ്ങളായാലും ഒക്കെ കാര്യങ്ങൾ എല്ലാത്തരം വ്യവഹാരങ്ങളും മോഡേണിറ്റിക്കകത്ത് മെരുങ്ങിയിട്ട് തന്നെയാണ് പോകുന്നത്. സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകം മോഡേണിറ്റിയുടെ ഒരു അഭിനിവേശം എന്നുള്ളൊരു പുക ഈ അടുത്ത് നമ്മൾ കണ്ടിരുന്നു. അതിനെ നമ്മൾ പുകയായിട്ട് തന്നെ ഗണിച്ചാൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ ഈ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് എന്നുള്ളതാണ് പിന്നെ മോഡേണിറ്റിയുടെ പൊളിറ്റിക്കൽ രൂപം, മോഡേണിറ്റിയുടെ ഒരു രൂപമാണ്, രാഷ്ട്രീയ രൂപമാണ് ആധുനിക നാഷൻ സ്റ്റേറ്റ്. ഈ ആധുനിക നാഷൻ സ്റ്റേറ്റിൽ ആകൃഷ്ടരായിട്ടാണ് ഈ പബ്ലിക് നിയമം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, മുകളിൽ നിന്നും താഴോട്ട് സഞ്ചരിക്കുന്ന ഈ പബ്ലിക് നിയമം, ഇതിൽ ആകൃഷ്ടരായിട്ടാണ് മുസ്ലിം റിഫോമിസ്റ്റുകളൊക്കെ ഇസ്ലാമിനെ റിഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഉണ്ടാവലാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് പോയത് അല്ലേ? നമുക്കറിയാം മോഡേണിസ്റ്റ് മുസ്ലിങ്ങളൊക്കെ സ്റ്റേറ്റിന് വേണ്ടി വാദിച്ചു. നമ്മുടെ നാട്ടിലെ പല സംഘടനകളും അതിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഉണ്ടെങ്കിലേ ഇസ്ലാമുള്ളൂ, സ്റ്റേറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് വന്നതും ഈ മോഡേണിറ്റിയുടെ ഈ സ്വാധീന ഫലം ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പബ്ലിക് ലോ ഉണ്ടാവുന്നു, അതെല്ലാവരെയും അടിച്ചേൽപ്പിക്കുന്നു. അത് ഇസ്ലാമിൻ്റെ പ്രീ മോഡേൺ കാലഘട്ടത്തിൽ നിലനിന്ന ഒരു രീതിയല്ല. അത് കുറച്ചും കൂടെ അത് ഓർഗാനിക് ആയിരുന്നു. ഇപ്പോൾ അബൂ ജഅഫർ അൽ മൻസൂർ ഇമാം മാലിക്കിനോട് മുവത്ത രചിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു ഗ്രന്ഥം താങ്കൾ രചിക്കുന്ന സമയത്ത് വതജന്നബ് റുഖസ ഇബ്നു അബ്ബാസ് വ ഷദായിദ ഇബ്നു ഉമർ പിന്നെ വ ഷവാരിദ ഇബ്നു മസ്ഊദ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊരു ഗ്രന്ഥം രചിക്കണം, അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുറേ തസാഹുലാത്തുകളുണ്ട്, കുറേ കൺസെഷൻസ് ഉണ്ട്, നിയമപരമായിട്ട് കൊടുക്കുന്ന ഒരുപാട് കൺസെഷൻസ്, അത് നിങ്ങൾ ഉൾപ്പെടുത്തരുത്. ഷദായിദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് സ്ട്രിക്റ്റ് നിയമങ്ങൾ, അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുണ്ട്, അതും ഉൾപ്പെടുത്തരുത്. പിന്നെ ഷവാരിദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറേ വേറിട്ട അഭിപ്രായങ്ങൾ, അതും ഉൾപ്പെടുത്തരുത്. ഒരു പൊതു സാധനം എന്നിട്ട് എനിക്ക് എല്ലാ അംസാറുകളിലേക്കും നാടുകളിലേക്കും അയച്ചു കൊടുക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ അയച്ചു കൊടുക്കുന്നതിനോട് വിയോജിക്കുകയായിരുന്നു. കാരണം ഓരോ നാട്ടിലും ആ നാട്ടിലെ വാക്ക് അറിഞ്ഞിട്ട് നിയമം പറയുന്ന ഒരു പണ്ഡിതനുണ്ടാവലാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അല്ലേ? ഒരു പ്രത്യേക പാഴ്വരകൾ വരച്ചുകൊണ്ട് ഒരു ഭൂമികയെ ഇങ്ങനെ ഇമേജിൻ ചെയ്തെടുക്കുകയും ആ ഭൂമികയിൽ മൊത്തമായി ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് അങ്ങനെയല്ല ഇസ്ലാം നിയമത്തെ കാണുന്നത്. അപ്പോൾ ഈ നിയമത്തെ കാണുന്ന രീതിയിലുള്ള വ്യത്യാസം ഫിഖ്ഹിൻ്റെ ഫ്ലെക്സിബിലിറ്റി മനസ്സിലാക്കുന്നതിൽ നിന്നും നമ്മളെ തടയുകയും ചെയ്തു എന്നുള്ളതാണ്. ഫിഖ് അങ്ങനെ ആയിരുന്നു പ്രീ മോഡേൺ സമൂഹങ്ങളിൽ ഇടപെട്ടിരുന്നത്. അതുപോലെ ഈ രാഷ്ട്രീയ ഇപ്പോൾ മനുഷ്യന്മാരായിട്ടായിരുന്നു നമ്മൾ പ്രീ മോഡേൺ സൊസൈറ്റിയിൽ ജീവിച്ചത്. മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ ആരായി? പൗരന്മാരായി. പൗരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൗരൻ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള രാജ്യത്തെ എത്രത്തോളം ആക്ഷേപിക്കുന്നു അത്രത്തോളം നമ്മൾ ഈ രാജ്യത്തിൻ്റെ അരുമ പൗരനായി മാറും. മാത്രമല്ല പൗരത്വം എന്നുള്ളൊരു സാധനം കൂടെ വന്നു. അതിനു മുമ്പ് പച്ച മനുഷ്യനുണ്ടായിരുന്നു, അതിനെ മനുഷ്യനെ പൗരൻ ആയിട്ട് റീഡിഫൈൻ ചെയ്തു. അതോടുകൂടി പൗരത്വം ഉണ്ടെങ്കിലേ ഒരാൾക്ക് മനുഷ്യാവകാശമുള്ളൂ എന്ന് വന്നു. അതുകൊണ്ടല്ലേ നമ്മൾ പൗരത്വ സമരം ചെയ്യണത്. അല്ലെങ്കിൽ ഇപ്പോൾ പൗരത്വത്തിലേക്ക് എന്താ പ്രശ്നം? നിങ്ങൾ പൗരത്വം വന്നില്ലേ വേണ്ട, ഞങ്ങൾക്ക് വേറെ നാടുണ്ട് എന്ന് പറയാമല്ലോ. പക്ഷെ ഏതെങ്കിലും ഒരു നാടിൻ്റെ പൗരത്വം സെർട്ടൻ ആയി കിട്ടിയാൽ മാത്രമേ നമുക്ക് മനുഷ്യാവകാശങ്ങളുള്ളൂ. ഈ ഒരു അവസ്ഥയിലേക്ക് മോഡേണിറ്റി അതിൻ്റെ പൊളിറ്റിക്കൽ രൂപങ്ങളെ ഉപയോഗിച്ചിട്ട് മനുഷ്യനെ മാറ്റിമറിച്ചു. അപ്പോൾ ഇപ്പോൾ ഹന്ന ആരൻഡ് ഒക്കെ പറയുന്നത് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് റൈറ്റ് ടു ഹാവ് റൈറ്റ്സ്, അവകാശങ്ങൾ ഉണ്ടാവാനുള്ള അവകാശം. അപ്പോൾ പൗരത്വം എന്നുള്ള അവകാശം ആദ്യം പതിച്ചു കിട്ടണം, എന്നാലേ ബാക്കിയുള്ള മനുഷ്യാവകാശങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ പ്രീ മോഡേൺ സൊസൈറ്റികളിൽ അങ്ങനെ ആയിരുന്നില്ല, പ്രത്യേകിച്ചും പ്രീ മോഡേൺ ഇസ്ലാമിക് സമൂഹങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഇത് ഞാൻ പറയുന്നത് ടോട്ടലി അസേർട്ടീവായിട്ട് സംസാരിക്കല്ല, അല്ലെങ്കിൽ തീരെ എക്സെപ്ഷൻസ് ഇല്ലാത്ത യൂണിവേഴ്സൽ സംഭവങ്ങളായിട്ട് സംസാരിക്കല്ല. ഇതിൻ്റെ ഒരു മിനിമം സെൻസിലാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്.
കൂടുതൽ പഠനങ്ങളൊക്കെ നടക്കേണ്ടതാണ്. പല മേഖലകളും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, നമ്മുടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും നമ്മൾ മോഡേണിറ്റീനെ മനസ്സിലാക്കുമ്പോൾ കാലഗണന എന്നുള്ളതിനപ്പുറം അതിനൊരു ഐഡിയോളജിയും അതിനൊരു ഫിലോസഫിയും അത് ലോകത്തെയും അത് മനുഷ്യരെയും ഒക്കെ നോക്കിക്കാണുന്ന ഒരു രീതിയും അതിനുണ്ട് എന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം എടുക്കാം. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്കൊക്കെ വരുമ്പോൾ മോഡേണിറ്റി വിസ്മരിച്ച് കളഞ്ഞ ഒരു ദാർശനിക പാരമ്പര്യമുണ്ട്. അരിസ്റ്റോട്ടലിൽ നിന്നും മുസ്ലിങ്ങളിലേക്ക് കൈമാറി വന്ന പിന്നെ ഒരു പാരമ്പര്യം. അതായത് ഒരു വസ്തു ഉണ്ടാവാൻ 4 കാരണങ്ങൾ വേണം അല്ലേ? ഇല്ല സൂര്യ, ഇല്ല മാദ്യ, ഇല്ല സൂര്യ, ഇല്ല ഫാഇലിയ, ഇല്ല ഗായിയ. അപ്പം ഈ മേശയുടെ ഇല്ല മാദ്യയാണ് മരം ആണല്ലോ. ഈ മേശയുടെ ഇല്ല സൂര്യയാണ് മേശ എന്നുള്ള സംഭവം. ഇത് മേശ അല്ലാതെ ഈ മരം കൊണ്ട് വേറെ സാധനങ്ങൾ രൂപപ്പെടുത്താം. ഇതിൻ്റെ ഇല്ല ഫാഇലിയാണ് ഇത് ഉണ്ടാക്കിയ കാർപ്പൻ്റർ. പക്ഷെ ഇതിൻ്റെ ഇല്ല ഗായിയാണെന്ത്? ഇതിന് മേലെ കുപ്പി വെക്കാം, മൈക്ക് വെക്കാം, ഫോണ് വെക്കാം, മറ്റു കാര്യങ്ങൾ വെക്കാം. ഇതുപോലെ ഇസ്ലാമിക രാജ്യത്തെ ഇബ്നു ഖൽദൂനൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഗായിയ പൊതു നന്മയാണ്, ഇല്ല ഫാഇലിയ പിന്നെ അസബിയത്താണ്, മനുഷ്യന്മാർ തമ്മിലുള്ള ബോണ്ടിങ് ആണ്, ഇല്ല സൂര്യ ഗവൺമെൻറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ കാണാം. അപ്പോൾ ഇതിൽ ഇല്ല ഗായിയാണ് പ്രധാനം. അതിന് ഫൈനൽ കോഴ്സ് എന്ന് പറയാം. മെറ്റീരിയൽ കോഴ്സ്, ഫോമൽ കോഴ്സ്, എഫിഷ്യൻ്റ് കോഴ്സ്, ഫൈനൽ കോഴ്സ് എന്നാണ് പറയാം. ഒരു സാധനം എന്തിനുണ്ടായി എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ. എന്താണ് ആ സാധനം കൊണ്ടുള്ള ഗുണം, അതിന് പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉണ്ടായതെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അരിസ്റ്റോട്ടലിൻ്റെയും മുസ്ലിങ്ങൾ ക്ലാസിക്കൽ ഇസ്ലാമിക് ഫിലോസഫേഴ്സിൻ്റെയും ഒക്കെ ശേഷം മോഡേൺ ഫിലോസഫേഴ്സ് ചെയ്തത് ഇതിനെ അവഗണിക്കണം. ഇല്ല ഗായിയ പരിഗണിക്കണ്ട, അതുപോലെ ഇല്ല മാദ്യയും പരിഗണിക്കണ്ട എന്നാണ്. അത് എന്തു ആവാം, അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇല്ല ഫായിലിയെ മാത്രം പരിഗണിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇല്ല ഫായിലിയും ഇല്ല സൂര്യയും മാത്രം പരിഗണിച്ചാൽ മതി. അപ്പോൾ എന്തിനാണ് മഴ പെയ്തത്? ആധുനിക ശാസ്ത്രത്തിന് അതിന് ഉത്തരം തേടേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ സയൻസിൻ്റെ ഫിലോസഫിയിൽ അതില്ല. സയൻസിന് അത് കഴിവില്ല എന്നല്ല നമ്മൾ പറയുന്നത്. സയൻസിൻ്റെ ഫിലോസഫിയിൽ ഒരു പ്രതിഭാസം എന്തിനു നടന്നു എന്ന് അവരുടെ ഗവേഷണ പരിധിയിൽ പെടൂല. മഴ പെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് പെയ്യുന്നു, വൈ, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഞാൻ അതിലേക്കൊന്നും കൂടെ വരാം. ഇപ്പോൾ നമ്മൾ ടെക്നോളജിയുടെ ഒക്കെ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ടെക്നോളജി, എന്തിനാണ് സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ റോബോട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അൽ ജസരിക്ക് ചില റോബോട്ടിക് യന്ത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അൽ ജസരി ഒതു എടുക്കാൻ അതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ. പക്ഷേ അൽ ജസരി ഒരിക്കലും അതിനെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ കരവിരുതും ഒക്കെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ആണ് അദ്ദേഹം അത് നിർമ്മിച്ചതെന്ന് ഹുസൈൻ നസറൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സയൻസും ടെക്നോളജിയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് അതിൻ്റെ ഫൈനൽ കോഴ്സിനെ കുറിച്ച് ചർച്ച നടക്കാത്തത് കൊണ്ട്, ആ ഏരിയ അവഗണിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്നത്തെ സയൻസും ടെക്നോളജിയൊക്കെ നമുക്ക് മനുഷ്യരുടെ തബീയത്തിന് വിരുദ്ധമായി പോയത്, മനുഷ്യ പ്രകൃതത്തിന് വിരുദ്ധമായി പോയത്. ഉദാഹരണം സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ടെലിവിഷൻ, അങ്ങനെ എന്തു കൊടുക്കാം, മോഡേൺ ഡിവൈസസ്. ഹുസൈൻ നസർ പറയുന്നത് ഓൾ ടൈം സേവിങ് ഡിവൈസസ് പ്രൊഡ്യൂസ്ഡ് ബൈ മോഡേൺ ടെക്നോളജി ഹാവ് റെഡ്യൂസ്ഡ് അവർ ടൈം, ഹാവ് ഡിസ്ട്രോയിഡ് അവർ ടൈം. സമയം ലാഭിക്കാൻ വേണ്ടി മോഡേണിറ്റി, ആ പേരും പറഞ്ഞ് മോഡേണിറ്റി ഉണ്ടാക്കിയ യന്ത്രങ്ങളൊക്കെ നമ്മുടെ സമയം കൊല്ലുകയാണ് ആണല്ലോ. നമ്മൾ ആലോചിക്കുക മൊബൈലിനെ കുറിച്ച്, അങ്ങനെ മറ്റു പലതും ആലോചിക്കുക. അപ്പോൾ അദ്ദേഹം ഇമെയിലിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ദൈവത്തോടൊപ്പമുള്ള പ്രൈവറ്റ് സ്പേസ് അത് നശിപ്പിച്ചു. ഒരു മനുഷ്യന് അവൻ്റെ കുടുംബത്തോടുള്ളപ്പോഴുള്ള പ്രൈവറ്റ് സ്പേസ് അത് നശിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് സ്പേസ് ഏതാ? നമ്മുടെ മൊബൈലിൻ്റെ ഫീഡാണ് അല്ലേ? അപ്പോൾ ഈ ടെക്നോളജി ഇങ്ങനെ വികസിച്ചു വരാൻ കാരണം എന്താ? ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലും, ഒരു വ്യക്തിയെ ഓട്ടിസ്റ്റിക് ഹ്യൂമൻ ബീയിങ് ആക്കുന്ന രീതിയിലും, ഒരു വ്യക്തിയെ അവൻ്റെ സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ അകറ്റുന്ന രീതിയിൽ, പിന്നെ ഒരു വ്യക്തിയെ അവൻ്റെ ജൈവികമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും അകറ്റി ഒരു യന്ത്രത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന രീതിയിൽ മനുഷ്യനെ അത് മാറ്റിപ്പണിതത് മോഡേണിറ്റിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മോഡേണിറ്റിയുടെ എപ്പിസ്റ്റമോളജിയിൽ അധിഷ്ഠിതമായി ഡിസൈൻ ചെയ്യപ്പെട്ട അൽഗോരിതമാണ് മനുഷ്യനെ അങ്ങനെ മാറ്റിയത്. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ
ഇപ്പോൾ യുവാൽ ഹരാരി അദ്ദേഹത്തിൻ്റെ ഈ വെടിമരുന്നിനെ കുറിച്ച് പറഞ്ഞു. മോഡേണിറ്റി, പൂർവാധുനിക സമൂഹത്തിൽ നിന്നും ആധുനിക സമൂഹം എങ്ങനെ വളർന്നു, ഡെവലപ്പ് ചെയ്തു എന്നത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ചൈനയിലെ സോങ് എംപയറിന് കീഴിൽ ജീവിച്ച ആളുകളാണ് പിന്നെ വെടിമരുന്ന് കണ്ടുപിടിച്ചത്. ഒരുപാട് കാലം മുമ്പാണ് വെടിമരുന്ന് കണ്ടുപിടിച്ചത്. ഈ വെടിമരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഈ സോങ് സാമ്രാജ്യം ഒരുപാട് അക്രമങ്ങൾക്ക്, വിദേശ അധിനിവേശത്തിനൊക്കെ വിധേയമായിട്ടുണ്ട്. പക്ഷേ ഈ വെടിമരുന്ന് ഉപയോഗിച്ചിട്ട് ഇവർ ടെക്നോളജി രൂപീകരിക്കുകയും എങ്ങനെ ആളുകൾ അധികം കൊല്ലാം എന്ന് അവരെന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രൊജക്റ്റും ഒരു ചർച്ചയും ഡിസ്കഷനും ഒരു റിസർച്ചും അവരുടെ ഇടയിൽ നടന്നിട്ടില്ല. മറിച്ച് കൊല്ലാൻ അവർ ചെയ്തത് യുദ്ധതന്ത്രം ഉപയോഗിക്കുകയും സംഘാടനം അടിസ്ഥാനമാക്കിയിട്ടുള്ള യുദ്ധം നടത്തുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പക്ഷെ ആധുനിക യുദ്ധങ്ങൾ അങ്ങനെയല്ല, സംഘാടന പ്രധാനമല്ല, അത് ടെക്നോളജി പ്രധാനമാണ് അല്ലേ. ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ സ്റ്റഫ് ഉപയോഗിച്ചിട്ട് കൂടുതൽ ആളുകളെ എങ്ങനെ കൊല്ലാം, ഏറ്റവും കൈനനയാതെ എങ്ങനെ കൂടുതൽ ആളുകളെ കൊല്ലാം. ഇപ്പോൾ ഗസയിലൊക്കെ നടക്കുന്ന പോലെ സംഘാടക പ്രധാനമായിരുന്ന യുദ്ധം എന്നുള്ള ആ ഒരു പ്രോസസ്സ്, അതുകൊണ്ട് തന്നെ അതിൽ ആളുകൾ മരിച്ചത് കുറവാണ് അല്ലേ. വളരെ കുറവ് ആളുകളാണ് മിഡീവൽ യുദ്ധങ്ങളിൽ മരിച്ചത്. മോഡേൺ യുദ്ധങ്ങളിലാണ്, ഒന്നാം ലോക രണ്ടാം ലോക മഹായുദ്ധം, അതുപോലെ കമ്മ്യൂണിസം, അവരൊക്കെ നടത്തിയ കൂട്ടക്കൊലകളിലാണ് അതിലേറെ ആളുകൾ മരണപ്പെട്ടു പോയത്. അപ്പോൾ യുവാൽ ഹരാരി പറയുന്ന ഒരു കാര്യം, ഈ വെടിമരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം 800 വർഷം കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മതിലുകൾ തകർക്കുന്നത് ഈ വെടിമരുന്ന് ഉപയോഗിച്ചിട്ട്. അന്ന് വരെ പ്രീ മോഡേൺ സൊസൈറ്റി അതിനെ വയലൻസിന് വേണ്ടിയുള്ള ഒരു സാധനമായിട്ട്, അതിൻ്റെ ഫൈനൽ കോസ്, അതിൻ്റെ ഇല്ലഗായിയ വയലൻസ് ആയിട്ട് അവർ എൻവിഷൻ ചെയ്തിട്ടില്ല. മറിച്ച് അവർ അവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ യൂസ് ചെയ്തു. പക്ഷേ ആറ്റോമിക് ഫ്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് 40 വർഷം തികയുന്നതിന് മുമ്പ് ഒരു മാൻഹാട്ടൻ പ്രോജക്റ്റ് അമേരിക്കക്ക് ഉണ്ടാവുകയും ഹിരോഷിമയിലും നാഗസാക്കിയിലും അത് മനുഷ്യരെ കൊന്നുകളയുകയും തലമുറകൾക്കപ്പുറത്തേക്ക് അതിൻ്റെ യാതനകൾ നീണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ യുവാൽ ഹരാരി പറയുന്നത് ടെക്നോളജിയുടെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ അഭിമാനത്തോടെയാണ് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപമാനമാണ്. മോഡേണിറ്റിയിലേക്ക് മനുഷ്യൻ കടന്നപ്പോൾ ഈ ഇല്ലഗായിയ അട്ടിമറിക്കപ്പെടുകയും അത് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അപ്പോൾ സോങ് എംപയറിൽ നിന്നും ഒരു മാൻഹാട്ടൻ പ്രൊജക്റ്റ് ഉണ്ടായില്ല എന്ന് യുവാൽ ഹരാരി പറയണം. യുവാൽ ഹരാരി ആധുനികതയുടെ വളർച്ചയുടെ ഘട്ടങ്ങളെ അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളർച്ചയല്ല, മനസ്സിലായോ? അപ്പോൾ ഈ ഡിവൈസുകളെ കുറിച്ച് പറഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലായിടത്തും ഇല്ലഗായിയ നഷ്ടപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 1978 ഇറങ്ങിയൊരു പുസ്തകമാണ് ഫോർ ആർഗ്യുമെൻറ്റ്സ് ഫോർ ദി എലിമിനേഷൻ ഓഫ് ടെലിവിഷൻ. ഫോർ ആർഗ്യുമെൻറ്റ്സ് ഫോർ ദി എലിമിനേഷൻ ഓഫ് ടെലിവിഷൻ. ടി വി പാടെ ഉച്ചാടനം ചെയ്യണം, അതിനുള്ള 4 കാരണങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ജെറി മാൻഡർ എന്ന് പറഞ്ഞ ഒരാളെ എഴുതി. 1978 US ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായിരുന്നു ആ പുസ്തകം. 80കളിലും 90കളിലാണ് നമ്മുടെ നാട്ടിൽ TV എത്തിയത്. അപ്പോഴാണ് ഉസ്താദ്മാർ വയല് പറഞ്ഞത്, എന്ത്, ഇത് വിഡ്ഢിപ്പെട്ടിയാണ്, ഇത് വിഡ്ഢിപ്പെട്ടി ആണ് വയല് പറയുന്നത്. അങ്ങനെ വയല് പറയുന്ന ഉസ്താദ്മാരുടെ നമുക്ക് പുച്ഛായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് തിരിച്ച് ആദരവായി മാറിയിട്ടുണ്ട്. അപ്പോൾ US അദ്ദേഹം ഈ പുസ്തകം രചിക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ്റെ, ഇപ്പം നേരത്തെ സെൻസോറിയത്തെക്കുറിച്ച് അഫീഫൊക്കെ പറഞ്ഞല്ലോ ആന്ത്രപ്പോളജിയുടെ സെഷനിൽ, മോഡേണിറ്റി എങ്ങനെയാണ് മനുഷ്യൻ്റെ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് കാണൽ മാത്രമല്ല എന്നൊക്കെ വിശദീകരിച്ചിരുന്നല്ലോ. മനുഷ്യൻ്റെ ഈ ജെറി മാൻഡർ പറഞ്ഞ TV ഉച്ചാടനം ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ്റെ റിയാലിറ്റി അത് ട്വിസ്റ്റ് ചെയ്യുന്നതാണ്. സിനിമ പോട്ടെ, ന്യൂസ് എടുത്താൽ തന്നെ മാനിപ്പുലേറ്റഡ് ഡാറ്റ ന്യൂസായി വരുന്നു. മനുഷ്യൻ എന്താണോ റിയാലിറ്റി, അതല്ലാത്ത റിയാലിറ്റി TV കാണിക്കപ്പെടുന്നു. അതുകൊണ്ട് TV ഒഴിവാക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് ക്യാപിറ്റലിസ്റ്റ് സമ്പത്തിൻ്റെയും മറ്റു അധികാര വ്യവസ്ഥകളുടെയൊക്കെ ശക്തി കൊണ്ട് TV കടന്ന്, കമ്പ്യൂട്ടറും കടന്ന്, നമ്മുടെ ഫീഡിലെ അൽഗോരിതവും കടന്ന് ഇപ്പോൾ AI ലോകത്തേക്കൊന്നും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരു ചോദ്യം ഉണ്ടാവാം. ഇതൊന്നും ഇവിടെ വേണ്ടേ? അപ്പം അതിനുള്ള മറുപടിയായിട്ട് നമ്മൾ പറയുന്നത്, ഇത് had all these sciences and developments have occurred on another epistemological basis, the result could have been even better. ഇത് മറ്റൊരു എപ്പിസ്റ്റമോളജിക്കൽ ബേസിൽ നിന്നുകൊണ്ടാണ്
ഈ ശാസ്ത്രീയ സാങ്കേതിക പുരോഗതികൾ, ഇൻഫർമേഷൻ ടെക്നോളജി പുരോഗതികളൊക്കെ റിസർച്ച് ചെയ്യപ്പെട്ടിരുന്നത് എങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല ഈ അൽഗോരിതവും ഈ സോഷ്യൽ മീഡിയയും ഈ ടി വിയൊന്നും നമ്മോട് പെരുമാറുക എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. മനസ്സിലായോ? അപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് തന്നെ ഇപ്പോൾ 2000ങ്ങളിൽ ഇറങ്ങിയൊരു പുസ്തകമാണ് 10 Arguments for Deleting Your Social Media Accounts Right Now. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള 10 കാരണങ്ങൾ, 10 വാദങ്ങൾ. അതും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായിരുന്നു. ജാരൻ ലാനിയറാണ് ആ പുസ്തകം എഴുതിയത്. സോഷ്യൽ മീഡിയയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഉസ്താദുമാരിവിടെ നമ്മളെ ജാഗരൂകരാക്കുമ്പോൾ ഉസ്താദുമാരോട് നമുക്ക് പുച്ഛം തോന്നുകയും എന്നിട്ട് നമ്മൾ തെളിവിന് വേണ്ടിയിട്ട് വെസ്റ്റിൽ നിന്നുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് അവിടെയൊക്കെ എതിർപ്പുണ്ട് എന്നിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മോഡേണിറ്റിയുടെ സ്വാധീനം മൂലം ഉസ്താദുമാർ പറയുന്നതിൽ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ ക്ലിയറായോ? അപ്പോൾ എന്താണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടാണ്. അതൊരു ഫിലോസഫിക്കൽ ഡിസ്കഷനാണ്. അത് കൂടുതൽ അത് സംബന്ധമായിട്ട് അറിയുന്ന ആളുകളൊക്കെ അത് ചർച്ച ചെയ്യുമായിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി പറഞ്ഞു, നോളജ് പറഞ്ഞു, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. മോഡേണിറ്റി നമ്മുടെ മേൽ ഏൽപ്പിച്ച ഏറ്റവും വലിയ പരിക്ക് റിലീജിയൻ എന്ന കാറ്റഗറി തന്നെയാണ്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലീജിയൻ എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷനാണോ ദീൻ? ദീൻ എന്നതിൻ്റെ ട്രാൻസ്ലേഷനാണോ റിലീജിയൻ? ഒരിക്കലുമല്ല. ദീൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസവും ജീവിതവും സ്വന്തമായിട്ട് സാമൂഹിക, സാമ്പത്തിക, വ്യക്തിപരവും കുടുംബപരവുമായി എല്ലാം ചേർന്ന ഒരു വേ ഓഫ് ലൈഫാണ്. രാഷ്ട്രീയവും എല്ലാം ചേർന്നൊരു വേ ഓഫ് ലൈഫാണ് ദീൻ. റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ അറിയാം. പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും ക്രിസ്ത്യൻ കാത്തോലിക്ക സഭകൾക്കെതിരെ ഉയർന്നു വന്ന എംപിരിസിസത്തിൻ്റെയും റാഷണലിസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു എൻലൈറ്റൻമെൻറ്റ് യുക്തിയിൽ നിന്നും ഉത്ഭൂതമായൊരു കൺസെപ്റ്റാണ് റിലീജിയൻ. അത് നമ്മുടെ റൂമിൽ നമ്മൾ പ്രൈവറ്റായി ആചരിക്കേണ്ട ഒരു സാധനമാണ് റിലീജിയൻ. അത് പബ്ലിക്കിലേക്ക് വരരുത്, അതിന് എക്കോണമിയിൽ അതിന് അഭിപ്രായങ്ങൾ ഉണ്ടാവരുത്, അതിന് പൊളിറ്റിക്സിനെ കുറിച്ച് അതിന് അഭിപ്രായം പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് എന്താവും? പൊതുസമൂഹത്തിലേക്ക് മതം കൊണ്ടുവരികയോ, മതം നിങ്ങളുടെ പ്രൈവറ്റ് മാറ്ററാണ് എന്നുള്ള ആ സാധനത്തിനെ നമ്മൾ റിലീജിയൻ എന്ന് പറയാം. റിലീജിയൻ എന്നുള്ള വാക്ക് പോലും ഇസ്ലാമിനോട് യോജിക്കൂല. ഞാൻ പറഞ്ഞ ക്ലിയർ ഉണ്ടോ? റിലീജിയൻ എന്ന ഇപ്പം തലാൽ അസദൊക്കെ പറയുന്നത് തന്നെയാണ്. റിലീജിയൻ എന്നുള്ള പദം, ആ കാറ്റഗറി ഉത്ഭവിച്ചത് പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നിന്നാണ്. അവർ റിലീജിയൻ ആയി കാണുന്നത് എന്തിനെയാണ്? ഇറ്റ്സ് യുവർ പ്രൈവറ്റ് മാറ്ററിനെയാണ്. അതിൽ എക്കോണമിയിലോ പൊളിറ്റിക്സിലോ ഒന്നും ഒരു ദഖലും ഇല്ല. പക്ഷെ നമ്മൾ ദീനിനെ കാണുന്നത് അങ്ങനെയല്ല. റിലീജിയൻ, പക്ഷേ ദൗർഭാഗ്യവശാൽ റിലീജിയൻ എന്നുള്ള കാറ്റഗറിയെ നമ്മളെല്ലാവരും സ്വീകരിച്ചു. മതം, റിലീജിയൻ, ദീൻ, ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ ഒരൊറ്റ സാധനമാക്കി നമ്മൾ മാറ്റി. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞെന്താണ്? സെക്കുലർ മോഡേണിറ്റി നമ്മോട് പറഞ്ഞത് ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം, ഇതൊക്കെ സെക്കുലർ മോഡേണിറ്റിയിൽ രൂപപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളാണ്. അവർ പറഞ്ഞത് മതം അത് പ്രൈവറ്റായിട്ട് വെക്കാം. യഥാർത്ഥത്തിൽ മനുഷ്യർ പാലിക്കേണ്ട സാമൂഹിക രാഷ്ട്രീയ പെരുമാറ്റച്ചട്ടങ്ങൾ അത് നമ്മൾ തരും. അത് സെക്കുലർ പെരുമാറ്റച്ചട്ടങ്ങളാണ്, അത് നമ്മൾ തരും. അതെല്ലാവരും അംഗീകരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ പെരുമാറ്റച്ചട്ടം എന്തുകൊണ്ട് മതമായില്ല എന്ന് ചോദിക്കുന്ന ഫ്രിറ്റ്സ് ജെറാർഡിനെ പോലുള്ള ആളുകൾ, പിന്നെ ബെനഡിക്റ്റ് ഉത്നോവിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. ഷഹാബ് അഹമ്മദിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. റിലീജിയൻ എന്നുള്ള കാറ്റഗറി നമ്മളെ എത്രത്തോളം അത് വഞ്ചനാപരമായിട്ടാണ് നമ്മളോട് സമീപിച്ചത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്യാപിറ്റലിസത്തിന് ചില വിശ്വാസ പ്രമാണങ്ങളുണ്ട് അല്ലേ? പിന്നെ ഇൻവിസിബിൾ ഹാൻഡ് പോലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? മൂലധനം, മനുഷ്യർക്ക് ആർത്തി വരുന്നത് നല്ലതാണ്, കൂടുതൽ വികാസം ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ നാഷൻ സ്റ്റേറ്റിന് അതിൻ്റേതായ ചില ഭക്തി രൂപങ്ങളുണ്ട്, പ്രതിജ്ഞകൾ ചെയ്യും, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഷഹാബ് അഹമ്മദിനൊക്കെ വിശദീകരിക്കുന്നത് കാണാം. പല ആളുകളും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ മോഡേൺ സെക്കുലർ മതത്തെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? പിന്നെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിരിക്കും മതത്തിൻ്റെ ക്രീഡുകൾ, മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ. അതാണ് ഒന്ന്. രണ്ട്, മതത്തിന് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്ലർജിയൊക്കെ ഉണ്ടാവും, പൗരോഹിത്യമൊക്കെ ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത് പിന്നെ ഭക്തി പ്രകടനം ഉണ്ടാകും, മുകളിലുള്ള ശക്തിയോടൊരു ഭക്തി പ്രകടനം ഉണ്ടാകും. ഇതൊക്കെയാണ് മതത്തിൻ്റെ
നേച്ചർ എന്നാണ്, മതത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇതേ സാധനം ക്യാപിറ്റലിസത്തിലും ലിബറൽ ഡെമോക്രസിയിലും നാഷൻ സ്റ്റേറ്റിനകത്തും ഉണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ റിലീജിയൻ എന്ന് വിളിക്കുന്നില്ല എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് അവർ തന്നെ പറഞ്ഞ മറുപടി, നമ്മളെ പ്രൈവറ്റായി ഉള്ളിൽ വെക്കേണ്ട സാധനങ്ങളെ, അതായത് ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ബുദ്ധിസം, ഇസ്ലാം, ഇതിനെയൊക്കെ മതമെന്ന് വിളിക്കുകയും മറ്റേതിനെ മതമെന്ന് വിളിക്കാതെ അത് പൊതുവായിട്ട് സാർവത്രികമായിട്ട് യൂണിവേഴ്സലായിട്ട് എല്ലാവരും അംഗീകരിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളാണ് എന്നും മനസ്സിലാക്കാൻ, അങ്ങനെ ചിന്തിക്കാനും നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ടതാണ്. ആരാൽ? മോഡേൺ, സെക്കുലർ മോഡേൺ സിലബസ് ഉണ്ടാക്കിയവരാലും സെക്കുലർ മോഡേൺ മാസ്റ്റേഴ്സ് അവരുടെ സ്കൂളുകളിലൂടെയും അധ്യാപകരിലൂടെയും സിലബസ് കമ്മിറ്റികളിലൂടെയൊക്കെ പഠിപ്പിച്ച ആ ഒരു പഠന രീതിയിലൂടെ നമ്മൾ ശീലിച്ചു. എന്ത്? മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചില പ്രൈവറ്റ് സാധനങ്ങൾ മാത്രമാണ്. സെക്കുലർ മോഡേൺ തരുന്ന, ഇപ്പോൾ നാഷൻ സ്റ്റേറ്റ് അതൊരു മതമല്ല. നാഷൻ സ്റ്റേറ്റിന് അതിൻ്റേതായ ഭക്തി പ്രകടനങ്ങളുണ്ട്. നാഷൻ സ്റ്റേറ്റ് നമ്മളെ കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട്. നാഷൻ സ്റ്റേറ്റിന് അതിൻ്റെ ക്ലർജി എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ മാത്രമല്ല, സോഷ്യലി, പൊളിറ്റിക്കലി, രാഷ്ട്രീയമായും സാമൂഹികമായും കുറച്ച് പെരുമാറ്റച്ചട്ടങ്ങൾ നമുക്ക് തരികയും ആ പെരുമാറ്റച്ചട്ടങ്ങളെ സാർവത്രികമായി കാണാൻ നമ്മൾ ശീലിപ്പിക്കപ്പെടുകയും ചെയ്തു. അല്ലേ? ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ പെരുമാറണം, എന്നാലേ സെക്കുലർ ആവുള്ളൂ, അല്ലെങ്കിൽ മതത്തിൻ്റെ ആളാവും എന്നൊരു രീതിയിലേക്ക് നമ്മൾ പറയാൻ വേണ്ടി ട്രെയിൻ ചെയ്യപ്പെട്ടു. അതുപോലെ ഇപ്പോൾ ക്യാപിറ്റൽ, മൂലധനത്തെ ആരാധിക്കുന്ന പരിപാടിയാണ് എക്കോണമിക്സ് എന്നുള്ള പേരിൽ നമ്മുടെ ഇടയിൽ വിലസിക്കൊണ്ടിരിക്കുന്നത്. മൂലധനത്തെ ആരാധിക്കുന്ന പരിപാടിയാണ് വ്യാജമായിട്ട് സാമ്പത്തിക ശാസ്ത്രം എന്ന വ്യാജേന നമുക്കിടയിൽ വിലസിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിൽ നിന്നും നമ്മെ തടഞ്ഞതെന്താണ്? നേരത്തെ പറഞ്ഞ എൻലൈറ്റൻമെൻറ്റ് യുക്തിയാണ്. യൂറോപ്യൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് രൂപപ്പെട്ടു വന്ന എൻലൈറ്റൻമെൻറ്റ് യുക്തിയാണ്. ഇപ്പോൾ റൂബർട്ട് മുത്നോവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷഹബാമത് ഉദ്ധരിക്കുന്നുണ്ട്. നാഷൻ സ്റ്റേറ്റ്സ് ആർ ദ മോസ്റ്റ് പവർഫുൾ ഗോഡ്സ്. ഇന്നത്തെ ഏറ്റവും ശക്തരായ ദൈവന്മാരാണ് നാഷൻ സ്റ്റേറ്റാണ്. പക്ഷേ അങ്ങനെ നാഷൻ സ്റ്റേറ്റിന് വേണ്ടി എല്ലാം സമർപ്പിക്കുമ്പോഴും അത് ദൈവം എന്നതുപോലെ നമ്മിൽ വർക്ക് ചെയ്യാത്തൊരു സാധനമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അതൊരു വേറെയാണ് എന്ന രീതിയിൽ ശീലിക്കാനും അങ്ങനെ ചിന്തിക്കാനും നമ്മൾ ശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ റിഗ്രസീവ് ആവുന്നു, നമ്മൾ പുരോഗമനവാദി അല്ലാതാവുന്നു എന്നൊക്കെയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതായ ഫീച്ചേഴ്സ്, ഔസാഫുകളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇത്തരം ചില പ്രതിഭാസങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുന്നതാണോ നല്ലത്, യഥാർത്ഥ ദൈവത്തിന് അടിമപ്പെടുന്നതാണോ നല്ലത് എന്നുള്ളതാണ് അത് വേറെ ചർച്ചയാണ്. ഓക്കെ. അപ്പോൾ ഈ റിലീജിയൻ എന്നുള്ള കാറ്റഗറി നമ്മൾ തീരെ അൺക്രിറ്റിക്കലായിട്ട് സ്വീകരിക്കുകയും നമ്മുടെ മതപരമായ വ്യവഹാരങ്ങൾ മുഴുവൻ റിലീജിയൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് ചുരുക്കുകയും അതുകൊണ്ട് തന്നെ ഈ റിലീജിയനുമായിട്ട് നമുക്ക് അഭിമാനത്തോടെ രാഷ്ട്രീയം സംസാരിക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് പേടിയാണ്. പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വേറെ സാധനമായി മാറും. ഇസ്ലാമിന് പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ടോ? ഉണ്ട്. ഇസ്ലാമിൽ നീതി എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതിനെ കുറിച്ച് പുസ്തകങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, പണ്ഡിതങ്ങളുണ്ട്, ഇന്റർ ടെക്സ്റ്റുവാലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. എക്കോണമിക്കൽ നീതി എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇസ്ലാമിനകത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പ്രൈവറ്റ് മാറ്ററായിട്ട് മാറ്റി വെക്കണമെന്നും പൊളിറ്റിക്സും പിന്നെ മറ്റു കാര്യങ്ങളും സോഷ്യൽ സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾ തരുന്ന പെരുമാറ്റച്ചട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം. നമ്മൾ തരുന്നതാണ് യൂണിവേഴ്സൽ, അത് എല്ലായിടത്തും ഉള്ളത്, അത് സ്വാഭാവികം. നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മെരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും നാഷൻ സ്റ്റേറ്റിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആ ഒരു ഐഡിയോളജിക്കൽ എപ്പിസ്റ്റമോളജിക്കൽ മെരുക്കം ശീലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അക്കാഡമിക്കലായിട്ടും അല്ലാതെയും ഇസ്ലാമിൻ്റെ സംസ്കാരത്തിനകത്തു നിന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ നിലക്ക് ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനെ എങ്ങനെ അക്കാഡമിക്കലായിട്ട് ഡീകൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്. തലാൽ അസദിനെ പോലുള്ള ആളുകളൊക്കെ പലപ്പോഴും അക്കാഡമിക് ലോകത്ത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉസ്താദുമാരും ഷെയ്ഖുമാരും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണതും അതാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. 2-3 തീമുകളിലാക്കിയിട്ട് മോഡേണിറ്റി എന്ന അനുഭവത്തെ എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് വിശദീകരിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടുതൽ വിശാലമായ ഡിസ്കഷനൊക്കെ പിന്നീട് ആക്കാം എന്നാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചില എലിമുകളാണ് സൂക്ഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ഒരു നമ്മുടെ അറിവുള്ള ആളുകൾ എന്നുള്ളൊരു ക്ലർജി രൂപപ്പെടുത്തും. അതായത് ഇപ്പോൾ ഹൈന്ദവരിലൊക്കെ അവർ തന്നെ വിമർശിക്കലുണ്ടല്ലോ,
മറ്റേ സമുദായ എന്താണ് ചിലർക്ക് മാത്രം അറിവുണ്ടായി, അതുകൊണ്ട് മതത്തിൽ നിന്നുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ മതത്തോടുള്ള ഒരു നീരസം നമ്മളെ ഒരു കിത്തുമാൻ പോലായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ക്ലർജി, അറിവുള്ളൊരു ക്ലർജി മാത്രമായിട്ട് ഒരു വിഭാഗം രൂപപ്പെടുകയും ബാക്കിയുള്ള സാധാരണക്കാർക്ക് ഈ ദീനുമായിട്ട് അകലാൻ ഇത് കാരണമാവുകയും ചെയ്യും. ഇസ്ലാമിൻ്റെ നോളജ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞത് ഏത് സാധാരണക്കാരനും പഠിക്കാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പഠിക്കാം എന്നുള്ള സിറ്റുവേഷനാണ്. അങ്ങനെയാണ് ആ സമൂഹങ്ങൾ വളർന്നത്. അല്ലാതെ ഏതെങ്കിലും വംശത്തിൽപ്പെട്ട ആളുകൾ, ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആളുകൾ, ഏതെങ്കിലും പ്രദേശത്തിൽപ്പെട്ട ആളുകൾ പഠിക്കുകയും അല്ലാത്തവർ പഠിക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഡെമോക്രറ്റൈസേഷൻ ഓഫ് നോളജ് എന്നൊക്കെ പറയാം, ഇസ്ലാം അറിവിനെ ജനാധിപത്യവൽക്കരിക്കണം എന്നൊക്കെ പറയാം. പക്ഷേ ഇസ്ലാമിക ലോകത്ത് നിലനിന്ന് അങ്ങനെയല്ല. ഏത് സാധാരണക്കാരും ഏത് സദസ്സിലേക്കും പോയി ഒരു ഉസ്താദിനെ കണ്ട് പഠിക്കാം. അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ബ്രാഹ്മണി കൾച്ചറിലൊന്നും അങ്ങനെയല്ല. ഇന്ന ആളുകൾ പഠിക്കരുത് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഉസ്താദ് പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞു നിയമത്തിനെ കുറിച്ച്. അപ്പോൾ ഇസ്ലാം ഉണ്ടായിരുന്ന സമയത്ത് ഒരാളെയും ചൂഷണം ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞു. ശരിക്ക് അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ലാതിട്ടല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള കാലഘട്ടത്തിൽ നമുക്ക് ആളുകളുടെ എല്ലാവിധ സീക്രസി മനസ്സിലാകേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ അപരിഷ്കൃതമായി തോന്നുന്നില്ലേ? ഇസ്ലാമിൽ തർഗീബും തർഹീബും ഉള്ളത്. നന്മ ചെയ്യാൻ പ്രചോദിപ്പിക്കലും തിന്മ ചെയ്യാൻ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിര സംവിധാനമാണ് ഇസ്ലാമിൻ്റെ ധാർമ്മിക വ്യവസ്ഥ. മനസ്സിലായോ? മുസ്ലിം ആയാൽ മാത്രമേ നല്ല മനുഷ്യനാവൂ എന്ന് നമുക്കെന്തില്ല, അങ്ങനെയല്ല നമ്മുടെ അനുഭവം. ഇസ്ലാം കിട്ടാത്ത നല്ല മനുഷ്യരായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ നന്നാവാൻ മതം വേണ്ട എന്നാര് പറയാറുണ്ട്? നിരീശ്വരവാദികളൊക്കെ പറയാറുണ്ട്. ഫൈൻ. കാരണം മതം പഠിച്ച ഒരുപാട് ആളുകൾ ഒരുപാട് ചൂഷണങ്ങൾ ഔദ്യോഗികമായിട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിം ആയാലേ സാൽവേഷൻ കിട്ടുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. നജാ, അള്ളാഹിൻ്റെ അടുത്തുള്ള സാൽവേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഭൂമിയിൽ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ നല്ല മനുഷ്യരായാലും, ഇനിയിപ്പോൾ മതമില്ലാതെ ഒരു മനുഷ്യൻ നന്നായി നോക്കുക, ആ മനുഷ്യർക്കും എന്ത് വരാം? തിന്മ ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാവാം. ഈ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അവനെ തടയാനുള്ള ഒരു സ്ഥിര സംവിധാനം വേണം. അതിനെയാണ് നമ്മൾ ഇസ്ലാം എന്ന് വിളിക്കുന്നത്, മതത്തിൻ്റെ ധാർമ്മികത എന്ന് വിളിക്കുന്നത്. മറ്റേത് സ്ഥിര സംവിധാനം ഉണ്ടാവില്ല. ഇസ്ലാമില്ലെങ്കിലും നന്നാവാം, കുഴപ്പമൊന്നുമില്ല, സ്ഥിര സംവിധാനം ഉണ്ടാവാം. അപ്പോൾ പിന്നെ ഇസ്ലാമിക ലോകത്തൊരു ചൂഷണം നടന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മനുഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ അവിടെ നോർമാറ്റീവായി നിലനിന്ന ഒരു ഫിലോസഫി, ജനങ്ങൾ വിശ്വസിച്ച് പോകുന്ന, ജനങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഒരു കാര്യം അങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹോമോസെക്ഷലായ മനുഷ്യന്മാർ ഒരുപാടുണ്ട്. മുസ്ലിം സിവിലൈസേഷനിൽ ജീവിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരെക്കുറിച്ചുള്ള കഥകളുണ്ട്, നോവലുകളുണ്ട്, നോവലിൽ പരാമർശങ്ങളുണ്ട്, അവരെക്കുറിച്ചുള്ള സംഭവങ്ങളുണ്ട്, അവരുടെ അനുഭവങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, തഖുൽ ഹമാമ പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അതേസമയം ഹോമോസെക്ഷുവാലിറ്റി ഒരാളെ ഡിഫൈൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സാധനം, അതൊരു മോഡേൺ പ്രതിഭാസമാണ്. ഹോമോസെക്ഷുവാലിറ്റിയാണ് ഒരാളുടെ ഐഡൻറ്റിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരാളെ അയാളാക്കി മാറ്റുന്നത് ഹോമോസെക്ഷുവാലിറ്റിയാണെന്നുള്ളത് ഒരു മോഡേൺ പ്രതിഭാസമാണ്. ആധുനിക ലോകത്ത് മാത്രം, ആധുനികത വന്നതിന് ശേഷം രൂപപ്പെട്ടൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതിന് മുമ്പ് ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ തെറ്റെന്തല്ല, അവരുടെ ഐഡൻറ്റിറ്റിയെ നിർണ്ണയിക്കുന്ന ഭാഗമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. തെറ്റാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. ഇന്ന് പൊതുവെ ഇൻ്റലക്ച്വലായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടത്, ആളുകൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നമ്മൾ ഉസ്താദ് നേരത്തെ പറഞ്ഞിരുന്നു, തർഹീബും അതുപോലെ പേടിപ്പിച്ചിട്ടും നന്മ ചെയ്യാനുള്ള തർഹീബ്, പേടിപ്പിച്ചിട്ടും അതുപോലെ തന്നെ ആഗ്രഹം ജ്വലിപ്പിച്ചിട്ടുമാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതിന് രണ്ടിനും പുറമെ നമ്മുടെ ഹുബ് നില മേഖല, അഥവാ അള്ളാഹുവിനെ ഇലാഹായിട്ട് പ്രേമിക്കുക, ആ പ്രണയത്തിലൂടെയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാമിന് വളർച്ചയും അതോടൊപ്പം അതിന് നിലനിൽപ്പും ഉണ്ടാവുക. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിന്നത് ആ ഹുബ് അല്ലെങ്കിൽ ആതിഫ് എന്നുള്ള സാധനം നഷ്ടപ്പെടുകയും അതോടൊപ്പം അഖ്ലു കൊണ്ട് മാത്രം പണ്ട് മുത്തസിലക്കാർ സ്വീകരിച്ച് പരാജയപ്പെട്ടു പോയ രീതിയിലേക്കല്ല നമ്മളും ഇപ്പോൾ ഈ ഇൻ്റലക്ച്വലായിട്ട് സംസാരിക്കുമ്പോൾ കടന്നു ചെല്ലണത് എന്നുള്ളൊരു ആശങ്ക അങ്ങനെ തന്നെയാണോ എന്നുള്ളത്.
ഈ ഹുബ് എന്ന് പറഞ്ഞ ഈ ഇസ്ലാമിനെ മോഡേണിറ്റി അട്ടിമറിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? എങ്ങനെയാണ് മതം കൈമാറി വന്നത്? അത് ഗുരുശിഷ്യ ബന്ധങ്ങളിലൂടെയും അതുപോലെ പിന്നെ സച്ചരിതരായ മനുഷ്യനോടുള്ള സ്നേഹം, ആ സ്നേഹത്തിലൂടെയും അവരിൽ നിന്ന് വരുന്ന ബർക്കത്തിലൂടെയും അവരിൽ നിന്ന് വരുന്ന ഇപ്പം വിദ്യാഭ്യാസ നോളജിന് ഒരു 100ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇസ്ലാമിക ലോകത്ത് നോളജ് നിലനിന്നത് 100ആയിട്ടാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടെ ഓൺലൈൻ കോഴ്സ് നടത്തണോ, ഓൺലൈൻ ദാറുൽ ഹുദ ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഭാവിയിൽ ഓൺലൈൻ യൂണിവേഴ്സിറ്റി ആവുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടന്നു. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കേട്ടതിന് ശേഷം ബഹാവുദ്ദീൻ സാഹിബ് ചോദിച്ചു, ഇത് കംപ്ലീറ്റ് ഓൺലൈൻ ആകുമ്പോൾ തർബിയത്ത് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒറ്റടിക്കാ ചോദ്യം കേൾക്കുമ്പോൾ ഒരു ശരാശരി ഒരു ആധുനിക ലോകത്ത് ജീവിക്കുന്ന അത്യാവശ്യം എനിക്ക് വിവരമൊക്കെ ഉണ്ട്, അത്യാവശ്യം വായനയും ഇൻ്റലക്ച്വൽ ഇതൊക്കെ ഉള്ള ഒരാൾ മനസ്സിലാക്കും എന്താ അങ്ങനെ പിന്തിരിപ്പൻ ചിന്താഗതി എന്ന് ചിന്തിക്കും. പക്ഷെ എൻ്റെ അടുത്തപ്പോൾ ഇരുന്നിരുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ഉദവിയാണ്. പുള്ളി എന്നോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, അതിന് മുമ്പിലിരിക്കുന്ന ആവറേജ് ഉദവികളൊന്നും അങ്ങനെ ചിന്തിക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ ഉദവി ഉസ്താദ് എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞത് ശരിയാണല്ലോ, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഫോർ നോൺ മുസ്ലിം എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ? കുറേ സാധനങ്ങൾ പഠിക്കാമെന്നാണോ? ഇല്ല, അതൊരു 100ആയിരുന്നു. ഇന്നിപ്പോൾ ഇൻ്റലക്ച്വൽ ആക്ടിവിസം നടക്കുന്നുണ്ട്, ഈ 100 കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതിനെ തകർത്ത് കളഞ്ഞതാണ് മോഡേണിറ്റി ചെയ്ത ഒരു സംഭവം എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രിന്റ് കൾച്ചറിലൂടെ അതില്ലാതായി, ഇൻ്റർനെറ്റിലൂടെ ആർക്കും എങ്ങോട്ട് ആക്സസ് ആണ്. അതിലൂടെ എന്താണ് കിട്ടിയത്? ആർക്കും എല്ലായിടത്തേക്കും ആക്സസ് കിട്ടുകയും ഷെയ്ഖ് ഗൂഗിൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആർക്കും ഒരു വിരൽ തുമ്പിൽ നിന്നും എങ്ങോട്ടും ആക്സസ് എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. നോളജിൻ്റെ ഹയറാർക്കി എന്ത് ചെയ്തു? തകർന്നു പോയി. അതിനാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ ഇസ്ലാം വളർന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഈ സെൻസോറിയത്തിൻ്റെ ക്ലാസ് ആ സെഷനിൽ നിന്നും ഞാൻ ക്ലാസ്സിലേക്ക് പോയപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ വല്യമ്മക്ക് അവലം യറൗ അന്ന സമാവാതി വൽ അർള കാനത റത്ഖൻ ഫഫതഖനാഹുമാ അതൊക്കെ ഓതുമ്പോൾ ബിഗ് ബാങ് തിയറിയും പിന്നെ സിംഗുലാരിറ്റിയും പിന്നെ ഗ്രാവിറ്റിയുടെ ചലന നിയമങ്ങളും ഇതൊന്നും വല്യമ്മക്ക് അറിയോ? വല്യമ്മ അത് ഓതുമ്പോൾ വല്യമ്മക്ക് അവലം യറൗ എന്നുള്ളതിലുള്ള ഇസ്തിഫാമിൻ്റെ അർത്ഥം അറിയോ? അതറിയാം. എന്താണ് അവലം എന്ന് വല്യമ്മക്ക് അറിയില്ല. കാനത്ത റത്ഖൻ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. പക്ഷേ വല്യമ്മ എന്നേക്കാളേറെ ഖത്തം തീർത്തുണ്ട് റമദാനിൽ. ഇപ്പോഴും സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വല്യമ്മയും ഖുർആനും തമ്മിലുള്ള ബന്ധം? അത് ആ ഹുബിൻ്റെ ബന്ധമാണ്. അതിൻ്റെ ഖുർആൻ്റെ ഒരു ന്യൂമറോളജിയോട് കലർന്ന, ഖുർആൻ്റെ മെറ്റീരിയാലിറ്റിയോട് കലർന്ന, ഖുർആനിൽ നിന്നും പിന്നെ പുറത്തേക്ക് വരുന്ന ആ വെളിച്ചം, ബർക്കത്തിൻ്റെ ആ വെളിച്ചം, ഇതും അവരുടെ ഹൃദയവും തമ്മിൽ കണക്റ്റഡാണ്. അതൊരു കണക്ഷൻ കിട്ടലാണ്. അതെല്ലാവർക്കും കിട്ടൂല, അറിഞ്ഞില്ലേ? ആ കണക്ഷൻ കിട്ടില്ല, അത് അവർക്കേ കിട്ടുള്ളൂ. അത് ആ കണക്ഷൻ കിട്ടുന്ന ആളുകൾ നമ്മുടെ ജനറേഷൻ മൊബൈലിൽ ഇരിക്കുന്നത് പോലെ ഖുർആനുമായി എൻഗേജ്ഡ് ആവും. നമ്മൾ മനസ്സിലാക്കും എങ്ങനെ അവർ ഇത്ര സമയം ഖുർആനിൽ ഇരിക്കണത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത്ര സമയം മൊബൈലിൽ ഇരിക്കണമെന്ന് ചിന്തിച്ചാൽ മതി. അതാണ് രണ്ടുള്ള വ്യത്യാസം. അപ്പോൾ ഈ പറഞ്ഞ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരർത്ഥം പോലും കിട്ടാത്ത വല്യമ്മ അല്ലെങ്കിൽ സോക്കോൾ അല്ലെങ്കിൽ നമ്മുടെ വല്യമ്മ ഒരു മെറ്റഫോറായിട്ട് പറഞ്ഞോളൂ, ഒരു പ്രതീകം എന്നുള്ളവർക്ക് പറഞ്ഞോളൂ. അതുപോലുള്ള ആളുകളെ എങ്ങനെയാണ് ഇത്ര സമയം ഖുർആനിൽ ഇരിക്കുന്നത്? അത് ഓതുമ്പോൾ അവരെന്താണ് അനുഭവിക്കുന്നത്? ഇതേ അനുഭവം സ്വാലിഹ്യങ്ങളായ മനുഷ്യരെ കാണുമ്പോഴും സ്വാലിഹ്യങ്ങളായ ഇൽമും ഇബാദത്തും വറവൊക്കെയുള്ള ആളുകളിൽ നിന്നും കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻഷ്യൽ നോവിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോളജ്, വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഗൂഗിളിനെ നമ്മൾ ആലിം എന്ന് വിളിക്കണമായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ആലിം പിന്നെ ആരാണ്? നമ്മുടെ ഡാറ്റാബേസുകളെ വിളിക്കണമായിരുന്നു. മൊബൈലിനെ ആലിം എന്ന് വിളിക്കും. ഇതിലിപ്പോൾ എത്ര കിതാബുകളുണ്ട്? അപ്പോൾ അതും മനുഷ്യനെന്താ വ്യത്യാസം? അപ്പോൾ മനുഷ്യരിൽ ഈ 100 ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രക്രിയ പൂർണ്ണമാകുന്നത്. ആ 100 കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെയാണ് ഇസ്ലാമിക് സിവിലൈസേഷൻ നിലനിന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻ്റലക്ച്വൽ എക്സസൈസിലൂടെ അല്ല ഇസ്ലാമിൻ്റെ വ്യാപനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇൻ്റലക്ച്വൽ എക്സസൈസ് ഇസ്ലാമിനകത്ത് ആവശ്യമാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ അത് ഒരുപാട് കാണാം, അതിൽ സംശയമൊന്നുമില്ല. അക്കലും നക്കലും സമന്വയിപ്പിച്ചിട്ട് തന്നെയാണ് എല്ലാ കാലത്തും നമ്മുടെ പാരമ്പര്യങ്ങൾ വികസിച്ചു പോന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്.